ഇസ്ലാം തീവ്രവാദികളുടെ ആക്രമണത്തിൽ നൈജീരിയയിൽ കുട്ടികളടക്കം 81 പേർ മരണമടഞ്ഞു. ഗ്രാമത്തലവൻ ഉൾപ്പെടെ 7 പേരെയാണ് തട്ടിക്കൊണ്ടുപോയത്. പ്രാദേശിക ഭരണകൂടത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നിരിക്കുന്നത്. ബോർണോ സംസ്ഥാനത്തെ ഫഡുമ കൊളോംഡി ഗ്രാമത്തിൽ ജൂൺ 9-നായിരുന്നു സംഭവം നടന്നത്. ഇതുവരെ ആരും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തു വന്നിട്ടില്ല. എന്നാൽ ആക്രമണം നടത്തിയത് ബൊക്കോ ഹറാം തീവ്രവാദികളാണെന്നാണ് പ്രാദേശിക ഭരണകൂടം നൽകുന്ന സൂചന. ആദ്യം അവർ ഞങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി. അതിനുശേഷം ഞങ്ങളുടെ മതപ്രഭാഷണം നടത്തി. ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തരണമെന്നാവശ്യപ്പെട്ട് അതെല്ലാം അവർ കൈക്കലാക്കി. തുടർന്ന് ഞങ്ങൾക്കു നേരെ നിറയൊഴിക്കുകയായിരുന്നു, പ്രഭാഷണത്തിന് വന്ന പ്രദേശവാസി പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 13 പേർക്ക് ഗുരുതരമായി പരിക്കുകൾ സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിവരം. രാവിലെ 10 മുതൽ ഏതാണ്ട് 6 മണിക്കൂറോളം അക്രമികൾ ഗ്രാമത്തിൽ അക്രമം അഴിച്ചുവിട്ടു. യുദ്ധവിമാനത്തിലെത്തിയ നൈജീരിയൻ എയർഫോഴ്സ് വെടിയുതിർത്തതോടെയാണ് തീവ്രവാദികൾ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ലോകരാജ്യങ്ങളുടെ എല്ലാം തന്നെ ശ്രദ്ധ കൊറോണ പ്രതിരോധത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് അവസരമാക്കി ഇസ്ലാമിക തീവ്രവാദികൾ പുനഃസംഘടിതരാകുന്നു എന്ന നിരീക്ഷകരുടെ മുന്നറിയിപ്പുകൾ ശരിയാകുന്നതിന്റെ ഭീതിയിലാണ് ആഫ്രിക്കയിലെയും മധ്യപൂർവേഷ്യയിലെയും ക്രൈസ്തവർ. നൈജീരിയയിൽ മാത്രമല്ല, സമീപ പ്രദേശങ്ങളായ മാലിയിലും ബുർക്കിന ഫാസോയിലും തീവ്രവാദ ആക്രമണങ്ങൾ പതിവാകുകയാണ്. ഇക്കഴിഞ്ഞ ആഴ്ച മാത്രം നൈജീരിയയിലും മാലിയിലുമായി 120 ക്രൈസ്തവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.